ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എറ്റേണൽ ബോൺസ്. മൈ വാമ്പയർ ലവറിൻ്റെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സൂപ്പർ എപ്പിസോഡിലൂടെ നിങ്ങളെ ഞാനൊരു യാത്ര കൊണ്ടുപോവുകയാണ്. മിസ്റ്ററിയും റൊമാൻസും കൂടിച്ചേർന്ന് കിടക്കുന്ന എൻ്റെ പാരനോമൽ സ്റ്റോറി യൂണിവേഴ്സിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഹിസ്റ്ററി ടേൺ ലെജൻഡ് ഈ സ്റ്റോറിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. നമ്മൾ കാത്തിരുന്ന തേർഡ് പാർട്ടിൻ്റെ ഡോർ സ്റ്റെപ്പിലെത്തി നിൽക്കുകയാണ് നമ്മളിപ്പോൾ. ലിസാരയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഏഡ്രിയാൻ അവളെ അവിടെ ഒരു രാജകുമാരിയെ പോലെ വാഴിക്കുന്നു. അന്നേ ദിവസം രാത്രി അത്താഴത്തിന് ശേഷം ലിസാരയോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവളെ തൻ്റെ സ്റ്റഡി റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അയാൾ. അവിടെ വെച്ച് ലിസാരയുടെ ചോദ്യങ്ങൾക്ക് ഓരോന്നായി മറുപടി കൊടുക്കാൻ തുടങ്ങുന്നു. അവളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ലിസാര തൻ്റെ ഫേറ്റഡ് മേറ്റ് ആണെന്ന് ഏഡ്രിയാൻ അവളോട് പറയുന്നു. അത് കേട്ട് ഞെട്ടിത്തരിച്ചിരുന്ന ലിസാര ഒരു മനുഷ്യ സ്ത്രീയായ തനിക്ക് എങ്ങനെ അത് സാധിക്കുമെന്ന് അയാളോട് ചോദിക്കുമ്പോൾ ഈസ് ദാറ്റ് എ കൺസേൺ മൈ ലേഡി എന്ന ചോദ്യത്തോടെ അർദ്ധോക്തിയിൽ നിർത്തിയതായിരുന്നു നമ്മൾ. അതിൻ്റെ ബാക്കി നമുക്ക് കേൾക്കണ്ടേ? ഏഡ്രിയാന് പറയാനുള്ള മുഴുവൻ കഥകളും ലിസാരയുടെ സംശയങ്ങളും എല്ലാം നമുക്ക് കേൾക്കണ്ടേ? വരും, നമുക്ക് അതിനുവേണ്ടി ഒന്ന് കാതോർക്കാം. ഏഡ്രിയൻ, എനിക്കിപ്പോൾ നിങ്ങളോട് എന്താണ് പറയേണ്ടതെന്നറിയില്ല. കാര്യങ്ങൾ പ്രോസസ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം വേണം. കുറച്ച് ടെൻഷനോടുകൂടി ലിസാര അയാളോട് പറഞ്ഞു. അത് കേട്ട് ഏഡ്രിയാൻ ഒന്ന് ചിരിച്ചു. നീ ടെൻഷനാവട്ടെ, യാതൊരു കാര്യമില്ല ലിസാര. കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. ഞാൻ നിന്നെ പ്രഷറൈസ് ചെയ്യേയില്ല. ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നിന്റെ രക്തത്തിനായി ദാഹിക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി. പിന്നെ അതിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായി ഏതിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ. അത് കേട്ടാൽ ലിസാര അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു വല്ലാത്ത പേടി അവളുടെ ഉള്ളിൽ വന്ന് നിറയുന്ന പോലെ. ഏഡ്രിയാൻ്റെ കണ്ണുകൾ അപ്പോൾ ആർദ്രമായിരുന്നു. അയാൾ തൻ്റെ വലതുകരം ലിസാരയുടെ കൈയുടെ മുകളിൽ വെച്ച് അമർത്തി, ഒരു കരുതൽ എന്നോണം. അപ്പോൾ അയാളുടെ കണ്ണുകൾ പച്ച നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ട് ലിസാരയ്ക്കും തൻ്റെ മനസ്സിലേക്ക് എന്തോ ഒരു ആശ്വാസം വന്ന് നിറയുന്നത് പോലെ. ഏഡ്രിയാൻ, എനിക്കെല്ലാം അറിയണം. ഈതൻ എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അഥവാ അയാൾ എന്തിനാണ് എന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്? അത് കേട്ട് ഏഡ്രിയാൻ അവളെ ഒന്ന് നോക്കി. പെട്ടെന്ന് അയാളുടെ മുഖത്ത് ഒരു ടെൻഷൻ നിഴലിക്കുന്നത് പോലെ ലിസാറയ്ക്ക് ഫീൽ ചെയ്തു. അതൊരു വലിയ കഥയാണ് ലിസാറ. വർഷങ്ങൾ പഴക്കമുള്ള വലിയൊരു കഥ. അതെന്ത് തന്നെയായാലും എനിക്കറിയണം. എൻ്റെ അൺസർട്ടനിറ്റിക്ക് ഒരു ശമനം കിട്ടാൻ നിങ്ങളത് എന്നോട് പറയണം, പ്ലീസ്. ഏഡ്രിയാൻ അവളുടെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് നോക്കി. എന്നിട്ട് പതുക്കെ മുഖം തിരിച്ച് വിദൂരതയിലുള്ള എന്തിലേക്കോ ശ്രദ്ധ തിരിച്ചു. ഒരു വലിയ കഥ പറയാൻ തുടങ്ങുന്നത് പോലെ. ഞാൻ എൻ്റെ അച്ഛൻ്റെ
രാജസിംഹാസനത്തിൻ്റെ ഏക അവകാശിയാണ് ലിസാറ. ലെജിറ്റിമേറ്റ് എയർ. അദ്ദേഹം ഞങ്ങളുടെ സമൂഹത്തിലെ കരുത്തനായ ഒരു വാമ്പയറായിരുന്നു. വാമ്പയർ ഗോഡസായ ലേഡി ഫിയോണ നേരിട്ട് ടേൺ ചെയ്തതായിരുന്നു അദ്ദേഹത്തെ. മനുഷ്യനായിരുന്നപ്പോൾ അദ്ദേഹം അമേരിക്കയിലെ ഒരു പ്രോവിൻസിൻ്റെ രാജാവായിരുന്നു. തൻ്റെ രാജ്യവും സിംഹാസനവും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു വലിയ യുദ്ധത്തിലേർപ്പെട്ട അദ്ദേഹം മാരകമായി പരിക്കേറ്റു. അപ്പോൾ ഫിയോണ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താനായി അദ്ദേഹത്തെ ഒരു വാമ്പയറായി കൺവേർട്ട് ചെയ്തു. അങ്ങനെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് തൻ്റെ രാജ്യം സംരക്ഷിച്ച അദ്ദേഹം തൻ്റെ ജനങ്ങളെ സംരക്ഷിച്ചു വന്നു. എന്നാൽ തൻ്റെ ഭർത്താവ് ഒരു വാമ്പയറാണെന്നുള്ള വിവരം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എൻ്റെ അമ്മയെ തകർത്തു കളഞ്ഞു. വല്ലാതെ ഭയപ്പെട്ട അവർ കൈക്കുഞ്ഞായിരുന്ന എന്നെയും കൊണ്ട് ആ കൊട്ടാരം വിട്ടിറങ്ങി. പക്ഷെ ശത്രുക്കൾ അവരെ വെറുതെ വിട്ടില്ല. അമ്മയും എന്നെയും ശത്രുക്കൾ പിടിച്ചു കെട്ടി വളരെ മൃഗീയമായി എൻ്റെ അമ്മയെ ഉപദ്രവിച്ചു, കൊന്നുകളഞ്ഞു. എന്നെയും കൊല്ലുവാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം. പക്ഷെ അപ്പോഴേക്കും എൻ്റെ അച്ഛനെത്തി എന്നെ രക്ഷിച്ചു. പരിക്കേറ്റിരുന്ന എന്നെ ജീവൻ നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ഒരു വാമ്പയറെ കൺവേർട്ട് ചെയ്തു. അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. ഒരു നിശ്വാസത്തോടു കൂടി തൻ്റെ നേർക്ക് തിരിഞ്ഞ ഏഡ്രിയാൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ലിസാർ ശ്രദ്ധിച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചു കാണും എന്ന് ലിസാറയ്ക്ക് തോന്നി. പക്ഷേ തൻ്റെ ഭാവമാറ്റം ലിസാറ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഏഡ്രിയാൻ പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. എന്നിട്ട് അല്പനേരം ഒന്നും സംസാരിക്കാതിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഡിസ്റ്റർബൻസ് ഒന്ന് കുറയട്ടെ എന്ന് കരുതി ലിസാറയും ഒന്നും ചോദിച്ചില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഏഡ്രിയാൻ വീണ്ടും ലിസാറയുടെ നേർക്ക് തിരിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവം വീണ്ടും പഴയ പോലെയായിരുന്നു. ഏതിനെക്കുറിച്ചാണ് നിനക്കിനി അറിയേണ്ടത് അല്ലേ ലിസാറ? അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിന് ലിസാറ ഒന്ന് തലകുലുക്കി. ലിസാറയുടെ കണ്ണിലേക്ക് ഒരു നിമിഷം ഒന്ന് നോക്കിയിട്ട് ഏഡ്രിയാൻ തുടർന്നു. ഈതൻ എൻ്റെ ഹാഫ് ബ്രദറാണ് ലിസാറ. യഥാർത്ഥത്തിൽ എൻ്റെ അച്ഛൻ്റെ ഇല്ലെജിറ്റിമേറ്റ് സൺ. ആ സത്യത്തിൽ വെച്ച് അയാൾ അതിനോട് പറഞ്ഞിരുന്നു. ഞാൻ ഓർക്കുന്നു, ലിസാറ മറുപടി പറഞ്ഞു. അതിന് സമ്മതഭാവത്തിൽ ഏഡ്രിയാൻ ഒന്ന് തലകുലുക്കി. വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ അച്ഛൻ്റെ കൈകൊണ്ട് മരണപ്പെട്ട ഏതൊരു ദുർമന്ത്രവാദിയുടെ ഭാര്യയായിരുന്നു അവർ. എൻ്റെ അച്ഛനെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത്. പക്ഷേ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ സെഡ്യൂസ് ചെയ്ത അവർ അദ്ദേഹത്തിൽ നിന്ന് ഗർഭിണിയായി. പിന്നീട് എന്നെ ഇല്ലായ്മ ചെയ്യുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ അത് കണ്ടുപിടിച്ച അദ്ദേഹം അവരെ കൊന്നുകളഞ്ഞു. പക്ഷെ അദ്ദേഹം വൈകിപ്പോയിരുന്നു ഒരുപാട്. കാരണം അപ്പോഴേക്കും അവർ ഈദിന് ജന്മം നൽകിയിട്ട് അവനെ മറ്റെവിടേക്കും മാറ്റി താമസിപ്പിച്ചിരുന്നു. അവൻ്റെ വളർച്ചയിലുടനീളം അവനെ കണ്ടുപിടിക്കാൻ എൻ്റെ അച്ഛൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചില്ല.
വർഷങ്ങൾക്ക് ശേഷം ഒരു യുവാവായി ഈതൻ തിരികെ എത്തി, തൻ്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദിയായ എൻ്റെ അച്ഛനോട് പകരം ചോദിക്കാൻ. പക്ഷെ അവൻ്റെ അവകാശവാദങ്ങൾ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. എൻ്റെ അച്ഛൻ്റെ കിരീടവും സിംഹാസനവും രാജ്യാധികാരവും അതിൻ്റെ അവകാശം ചോദിച്ചുകൊണ്ടാണ് ഇത്തവണ അവൻ വന്നത്. ശുഭിതനായ എൻ്റെ അച്ഛൻ അവനെ പിടിച്ച് പുറത്താക്കി. എന്നിട്ട് വീണ്ടും തിരികെ വന്ന് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. വല്ലാത്ത പകയോടെ അവൻ പിന്തിരിഞ്ഞു. പക്ഷേ പിന്മാറാൻ അവൻ തയ്യാറായിരുന്നില്ല. ഏതനെക്കുറിച്ചുള്ള ഏഡ്രിയാൻ്റെ കഥയിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന ലിസാറ സമയം പോയതറിഞ്ഞില്ല. അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ വിദൂരതയിലുള്ള എന്തോ ഒരു വസ്തുവിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഏഡ്രിയൻ തൻ്റെ കഥ തുടർന്നുകൊണ്ടിരുന്നു.